പീസ് പീസാവാനുള്ള ഒരു സാധനമാണ് നിൽക്കണേന്നുള്ളത് ഇവനറിയില്ല. ഇത് കുറച്ചും കൂടി വേവട്ടാൻ പറ്റും ഇടാം. ഓ ബാക്കിയുള്ളത് വിളമ്പി. ഇത് ഇനി കപ്പ ഇറച്ചി കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? 6 മാസങ്ങൾക്ക് ശേഷം അങ്ങനെ എൻ്റെ ഡ്രൈവറെ കളഞ്ഞു കിട്ടിയിരിക്കുകയാണ് കല്യാണ വീട്ടില്. ഞാൻ ഇട്ടുണ്ട്. വേണ്ട ഇട്ടുണ്ട് വേണ്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് 2-3 ചെറിയ പരിപാടികളുണ്ട്. 2-3 ചെറിയ പരിപാടികളല്ല, വൈകുന്നേരം വരെയുള്ള പരിപാടികളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇറങ്ങിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ സ്ഥലം അളക്കാനായിട്ട്, അതായത് റീസർവേ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മുടെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ റീസർവേക്കായിട്ട് ആൾക്കാർ ഇന്ന് അളക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മൾ അവരോട് വരാൻ പറഞ്ഞിട്ടുള്ള. കാരണം അവർ മുന്നേ 2 പ്രാവശ്യം വന്നപ്പോൾ സ്ഥലമൊന്നും വീശുക കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പിടിക്കാനും അളക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരാളെ നിർത്തി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വീശി വെടുപ്പാക്കി വൃത്തിയാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ അളക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചു വന്നിട്ട് ഇന്ന് അളക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർ വരും. അപ്പോൾ അവിടെ പോയി മടയുടെ മുകളിലൊക്കെ കയറേണ്ട വരും. കയറി ഇറങ്ങി എന്തായാലും വരുമ്പോൾ വയ്യാണ്ടാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ അളക്കാനുള്ള കാര്യത്തിന് പോകണം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയില്ലേ, അവിടെ റോബിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അവിടേക്ക് പോകണം. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോത്തിനെ കാണിച്ചു തന്നില്ല. പോത്തിനൊക്കെ ആൾക്കാർ വന്നിട്ട് അതിന് വീട്ടിൽ വെച്ച് തന്നെ കശാപ്പ് ചെയ്ത് പീസാക്കി നുറുക്കി ഇങ്ങനെ തരുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോത്തിനെ അങ്ങനെ നിർത്തി കശാപ്പ് ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ മടയിൽ പോയിട്ട് വരുമ്പോഴേക്കും ആ സംഭവമൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇതുകൊണ്ടുള്ള ബിരിയാണി വെപ്പ് ഉണ്ട്, കപ്പ ബിരിയാണി വെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് പോത്തിനെ പടയ്ക്കണോടേക്ക് പോവാം. ഓക്കെ, ഇവനാണ് നമ്മുടെ ഇന്നത്തെ പോത്തിറച്ചിയും പോത്ത് ബിരിയാണിയും ഒക്കെ ആവാനുള്ള ഐറ്റം ട്ടാ. അപ്പോൾ ഇവനെ കൊല്ലാനായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവനെ തട്ടി ഇനി പീസാക്കും. കല്യാണ ചെക്കൻ ഒരു സാധനം വേസ്റ്റ് ആക്കണ്ട കേട്ടോ. ബോട്ടിലിൻ്റെ ചാണകം മാത്രം ലൈറ്റായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതി എന്നല്ലേ. അങ്ങനെ നമുക്ക് ഇതിനെ കൊല്ലണ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിനെ കൊന്ന് അവർ തൊലി പൊളിച്ചു. ഒരു അരമണിക്കൂർ കൊണ്ട് ഇവർ കൊന്ന് പീസാക്കിയിട്ടാണ്. അതിന് ശേഷം ഇങ്ങനെ നമ്മളുടെ ഓരോരോ കയ്യിൻ്റെ കുറു, കാലിൻ്റെ കുറു, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ അവർ ഫുള്ള് കെട്ടി തൂക്കി ഇനി ഇതിൽ നിന്ന് ഇറച്ചി ചെത്തി എടുത്തിട്ട് ഇവർ വീണ്ടും കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഇതൊരു ആൾക്കാരെ ഏൽപ്പിച്ചതാട്ടോ. നമ്മൾ ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ പോത്തിനെ കൊന്ന് പീസാക്കി തരും. അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ ഇത് നമ്മളങ്ങനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വീടുകളിൽ കൂടെ അവരവരൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതിനുള്ള ആൾക്കാരുകളുള്ള കാരണം തന്നെ ഇതിൻ്റെ ആൾക്കാരുകളെ ഏൽപ്പിച്ച് ഒരു പീസാക്കി തന്നു. ഇനി ഇതും കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള എന്താ പറയുക, ബിരിയാണി, കപ്പ ബിരിയാണി, അതുപോലെ തന്നെ പോത്തിറച്ചി വെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് പരിപാടി. അപ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാറമടയുടെ അവിടെ അളക്കാനായിട്ടുള്ള ആൾക്കാർ റീസർവേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വേഗം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോയി വന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. കാട്ടുമരമാണ്, കാട്ടുചെടിയാണ്, കാട്ടുകായാണ്. സംഭവം എന്തിട്ടാന്നുള്ളത് അറിയില്ല. പറമ്പിൽ നിൽക്കണ ഒരു മരമാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ കായ, ഇതേവരെ ഞാനും കണ്ടിട്ടില്ല. ഈ മരത്തിൽ ഫുള്ള് ഈ മരം അല്ലേ. ഇതിൻ്റെ പേര് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കായ എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. മുകളുണ്ട്, നിറച്ചുണ്ടായി നിൽക്കണ്ടെന്നേ. ആ കോഴിനോട് പിടിച്ചോ. കോഴി ഇറച്ചി തിന്നോ? കല്യാണ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മളുടെ പോത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോത്തിൻ്റെ കറി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കറി വെക്കല്ല, അത് കപ്പയും മുഴനെഞ്ചെന്ന് പറയും. അതിൻ്റെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ അവിടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഇവിടെ പരിപാടി തുടങ്ങി. ഇത് കപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ചെമ്പിൽ ചൂടായിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ആ കപ്പയും കാര്യങ്ങളൊക്കെ ഇടാൻ. ഇവിടെ ഈ കപ്പയിലേക്ക് ഇടാനുള്ള എല്ല്, മുഴനെഞ്ചും അതുപോലെ തന്നെ എന്താ പറയുക, നെയ്യ് അല്ല ചേട്ടാ, നെയ്യും വാരിയല്, ഇറച്ചി അല്ല. അപ്പോൾ ഈ കടിച്ചാൽ പൊട്ടണ ഇല്ല് അതിട്ടിട്ടില്ലേ? അതില്ലേ? അതുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ആ സംഭവം നമ്മൾ പല സ്ഥലത്ത് ഇതിന് എന്താ പറയുക, കപ്പ ബിരിയാണി എന്ന് പറയും. പിന്നെ കപ്പയും ഇറച്ചി, എല്ലും കപ്പയെന്ന് പറയും.
പിന്നെ മുഴനെഞ്ച് കറി എന്ന് പറയും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്, പല സ്ഥലത്തും പല പേരെ പറയുക. അപ്പോൾ ആ സാധനത്തിലുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വരുമ്പോഴേക്കും ഇന്ന് അച്ഛൻ മുന്നേ തന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കാരണം കാണാൻ പറ്റിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിപ്പോൾ സാധാ നമ്മളുടെ ഇറച്ചിക്കറി വെക്കണ പോലെയാണോ ഇത് വെച്ചിട്ടുള്ള? സാധാ ഇറച്ചി വെക്കണ പോലെ മുളക് പൊടി ഇട്ട് മുപ്പിച്ചെല്ലാം അതെ. ഇറച്ചിക്കറി വെക്കുന്ന അതന്നെ സിസ്റ്റം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് കപ്പ വാട്ടിയിട്ട് കപ്പ വാട്ടി കോരി ആദ്യം അതിനകത്തിട്ട് വാട്ടും. കപ്പ വാട്ടി കോരിയിട്ട് ഇതിനകത്തേക്ക് മറിച്ച് ഇളക്കി അങ്ങനെ സെറ്റ് ആക്കുമല്ലോ അല്ലേ? എന്നിട്ട് പിന്നെ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മറ്റേ ഓക്കെ ഇതിപ്പം കാണുമ്പോൾ കണ്ടില്ലേ, നെയ്യും അതുപോലെ ഇറച്ചിയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് നല്ല ഇറച്ചി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ഭാഗങ്ങളും ഉണ്ടാവും അല്ലേ ഏട്ടാ? അങ്ങനെയാണ് കേട്ടോ ഈ സാധനം വെച്ചത്. അല്ലാണ്ട് ഇപ്പോൾ ഇറച്ചി മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലെ ഇറച്ചികളും കൂടി അതെ. ഇളക്കാനോ എന്താ പൊന്നെ, ഷിബിനൊന്ന് ഇളക്കണം എന്ന് പറഞ്ഞ നോട്ട് നിൻ്റെ ഇളക്കം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല കേട്ടോ, അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അല്ലേ? അടിയിൽ പിടിക്കുമെന്ന് വെച്ചിട്ടല്ലേ ഇടാ ഇളക്കണത്. ഇപ്പോൾ ഷിബിൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ വേവ് ആയി തുടങ്ങിയോ? ആയിട്ടില്ല, ഇപ്പം ഇട്ടിട്ടല്ലേ ഉള്ളൂ. ഇത് എത്ര സമയം വേണം ചേട്ടാ ശരിക്കും? 2 മണിക്കൂർ? അതെ അല്ലേ, 3/4 മണിക്കൂർ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു ഷിബിൻ. ആ സമയത്ത് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെയായിരുന്നു ചേരുവകൾ എങ്ങനെയൊക്കെയാണ് ഇട്ട് തുടങ്ങിയതെന്നൊക്കെ മൊത്തം അറിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞ നിലയ്ക്ക് ഇപ്പോൾ ബീഫിൻ്റെ കറി വെക്കണ പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നാണ് പറയണത്. എന്നിട്ടാണ് കപ്പി വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി തുടർന്നും നല്ല കാലിൻ്റെ രോമം കരിഞ്ഞില്ല ദൈവമേ ഇവിടുന്ന് തീ വന്നിട്ട്. ഇന്നലെ നമ്മുടെ മറ്റെന്താ പറയുക മീൻ കറി വെച്ചിട്ടുള്ള സെയിം അടുപ്പിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. പക്ഷെ ഉരുളി അതായിരുന്നു മീൻ കറി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇറച്ചിയുടെ അവിടേക്ക് വന്നപ്പോൾ ഇതായി. ഷിബിനെ ഈ ഇളക്കണത് എൻ്റെ ഒരു നീ വീഡിയോ പിടിച്ചു തരുവാടാ. എനിക്ക് ഇളക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിന്ന് കപ്പ ഇറച്ചി മാത്രം കഴിച്ചു എന്ന് മാനസികത എനിക്ക്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ടിട്ട് ഞാനായിട്ട് ഇളക്കി കൊടുത്തു. രോമം കഴിഞ്ഞു. നല്ല സുഖമില്ല കേട്ടോ. കാരണം നേക്കിൻ്റെ അല്ല, ഈ മറ്റേ ഇളക്കണേൻ്റെ നേക്കല്ല, ഈ തീ ഉണ്ടല്ല, തീ വരുന്ന സമയത്തേ പുകയുണ്ട്. ഇത് ഇളക്കി തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം ഫുള്ള് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അതെ എൻ്റെ പോയി അതേ ഇവിടെ കരിഞ്ഞു നോക്കി രോമം മൊത്തം കരിഞ്ഞു പോയി. തീ ആളിപ്പോയി. പാൻറ് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ഇനി എന്തായാലും ചൂടാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി നിൽക്കുകയും ചെയ്യട്ടെ. ഇത് കണ്ടില്ല, ഇത് റെഡി ആയിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ഡോസ് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടാ കപ്പ ഇറച്ചി വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. കല്യാണത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. കൊറു എവിടേക്കും പോയില്ലല്ലോ, പോത്തിൻ്റെ കൊറൊന്നും പോയിട്ടില്ല. കറക്റ്റ് തൂക്കം കിട്ടിയില്ലേ? ഇവൻ കൊല്ലുമ്പോൾ മുതൽ അവിടെ നോക്കി നിൽക്കായിരുന്നു. കൊറു പോത്തിൻ്റെ ഇറച്ചി കുറവ് വരണമെന്നറിയാൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഷിബിന് അങ്ങനെ വീഡിയോയിലൊന്നും പ്രത്യക്ഷപ്പെടണം ഇഷ്ടമല്ല. അവന് സിനിമ മാത്രമേ ഉള്ളൂ, ഹൊറർ സിനിമയിൽ മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അത് കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒന്നും താല്പര്യമില്ല. പക്ഷെ ഇളക്കിൽ കുഴപ്പമില്ല. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കുക. ഇതൊക്കെ മനസ്സിലായോ? ഇതൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക ജീവിതത്തിൽ ആദ്യമായിട്ടപ്പോൾ ചൂടുവെള്ളം അല്ലേ? അവിടെ തിളപ്പിക്കണ്ടല്ലോ വെള്ളം കപ്പയുടെ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒക്കെ കല്യാണം കഴിഞ്ഞതാണല്ലോ, നമ്മുടെ ഉദ്ദേശിക്കണ എൻ്റെ ശിവൻ്റെ ഒക്കെ. അപ്പോൾ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും പറ്റിയിട്ടില്ല. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ കാറ്ററിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട വന്നിട്ടില്ല. എനിക്ക് ഷിബു ചേട്ടൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് ഏറെക്കുറെ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവമൊക്കെ കണ്ടിട്ട് കുറേ കാലങ്ങളായി. ഷിബിന് ഓർമ്മയിലുണ്ടാ ഉണ്ടോ? ഇവിടെ പപ്പയുടെ അനിയന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ല വർത്താനത്തിലാണ്. രണ്ടുപേരും മാറി മാറി
വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഫുൾ ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എനിക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിൽ പോയിട്ട് നിതേനെയും മുത്തിനെയും വിളിച്ചിട്ട് വരാനായിട്ട്. ഇത് റെഡി ആകുമ്പോഴേക്കും വേണമെങ്കിൽ വിളിച്ചിട്ട് വരണം, അല്ലെങ്കിൽ പ്രാക്ക് കിട്ടുമെന്ന്. ഇത് ഞാൻ മാത്രം ഇരുന്ന് കഴിച്ചു. ആ വരും, 2 വണ്ടിയും കൊണ്ട് പിന്നെ പോകാൻ നിൽക്കണ്ടേ. കപ്പയും ഇറച്ചിയും വേവണതാണ്. എല്ലും അല്ല, കപ്പ ഇട്ടിട്ടില്ല. അയ്യോ, അതിന്റെ ഇടയ്ക്ക് ബേബിച്ചാച്ചൻ്റെ അഭിപ്രായം പറഞ്ഞു. അതായത് ഇത് മൂടി വെച്ച് വേവിച്ചാൽ കുറച്ചുകൂടി വേവും. അല്ല ടേസ്റ്റ് ആ ഇലയുടെ പച്ചയിലയുടെ ഒരു സ്മെല്ല് കൂടെ വരുമല്ലേ. വേണമെങ്കിൽ ഒരു ഇല ഇടാട്ടോ. അതും പെട്ടു. ആ ജോസാച്ചൻ ടേസ്റ്റ് വെക്കാനുള്ള പാത്രം കൊണ്ട് വന്നിട്ടുണ്ട്. ജോസാച്ചനാണ് ഫസ്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണേ. ആദ്യത്തെ ആദ്യം എന്തോന്ന് നോക്കിയാച്ചാ എവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അത് കണ്ടറിയാൻ പാടില്ല. ഒന്നും ആയിട്ടില്ല. പച്ചറിച്ച കണ്ടറിയാൻ പാടില്ല. അതൊന്നും ആയിട്ടില്ല. വെന്തിട്ടില്ല എന്നുള്ളത് തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം അല്ലേ? 1.5 മണിക്കൂറല്ലേ പറഞ്ഞേ? 2 മണിക്കൂർ വേണോ? 3/4 മണിക്കൂർ. 1.5 ആവണുള്ളൂ. അപ്പൊ ചാച്ച ഉണ്ടാക്കാറില്ലേ ജോസാച്ചൻ? കപ്പയെല്ലും വെക്കാറുണ്ടോ? കപ്പയെല്ലും വെക്കാറുണ്ടോ? അതെ. ആ അപ്പൊ ഇവിടെ മറ്റേ കുക്കിങ്ങിന്റെ ആൾക്കാരെ കൂടുതല്. ഞാനിതൊന്നും പറയാനില്ല. 3/4 കടിച്ചു നോക്കുന്നുണ്ട്. എനിക്ക് അടിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇത് പൂർണ്ണമായിട്ട് അച്ഛൻകുഞ്ഞേട്ടന്റെ ഐഡിയയിൽ വെച്ചാൽ മതി. ഐഡിയകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വേവാത്ത ഇറച്ചി ആൾക്കാരെ കൊണ്ട് തീറ്റിക്കേണ്ടി വരും കേട്ടോ. അതന്നെ, അഭിപ്രായം കൂടുതൽ വേണ്ട. അതന്നെ. ആ എടുത്ത് കഴിച്ചതിന് ശേഷം പറയാനാവും പറയാം. അപ്പൊ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞങ്ങൾ ആദിവാസികളല്ലേ. ആ കോരിയുടെ തീറ്റ തുടങ്ങും. അപ്പൊ അതാണ് അതിന്റെ ഇറച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷെ ഏറ്റവും പെട്ടെന്ന് തട്ടിയും പോകും. തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ. പക്ഷെ ടേസ്റ്റ് ഏറ്റവും ബെസ്റ്റ് 3/4 തട്ടിയിൽ ചാറ് മാത്രം ഉണ്ടാവും. അതിന് ഉത്തമ ഉദാഹരണം പപ്പ. അതിനാളാ അത് ഞങ്ങൾ അങ്ങനെ കേട്ടോ. ഇറച്ചി ഒരു 3/4 തട്ടിയുണ്ടെങ്കിൽ പിച്ചാടിക്കൊണ്ടിരിക്കും. അമ്മ കുറേ പിന്നെ നന്നായപ്പോ പിന്നെ സ്വന്തം തെറ്റ് നടക്കും. 2 കിലോ 3 കിലോ ഇറച്ചി പിന്നെ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വിറക് വെച്ച് കൊടുക്കണം കേട്ടോ. അയ്യോ, തീ നിങ്ങളുടെ മുഖത്തേക്ക് മാത്രമാണുള്ളത്. അല്ല ചേച്ചാ, ഇപ്പൊ എത്ര നാളായിണ്ടാവും ഈ കപ്പൊക്കെ വെക്കണ കണ്ടിട്ട്? കുറെ കാലങ്ങളായില്ലേ? അന്ന് നമ്മൾ കപ്പ് വെച്ചിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അന്ന് നമ്മൾ കല്യാണത്തിരക്ക് ആണോ? കല്യാണത്തിരക്കിലേ നടന്നുകൊണ്ടാന്നുകൊണ്ട് ആ സമയം വരെ വെച്ചിട്ടുണ്ട്. ഷിബിന്റെ വെച്ചില്ലേ? അപ്പൊ പിന്നെ ഞങ്ങള് കുറച്ച് എല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് കുറച്ച് അതാ ചോദിക്കും. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറെ കാലങ്ങളായില്ലേ? പോത്ത് വെട്ടിയിട്ടില്ലല്ലോ. അന്ന് മുളക് സെപ്പറേറ്റ് മേടിച്ചിട്ട് കുറച്ച് കപ്പ് മേടിക്കുക, ആ 4 മണിക്ക് കൊടുക്കുക. അങ്ങനെ ഒരു സംഗതി ആർഭാടായിട്ടുള്ള പരിപാടി. പിന്നെ ഇപ്പൊ അല്ല, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കല്യാണം നടത്തുക ഇതേപോലെ പോത്ത് മേടിച്ച് വിട്ടില്ലായിരുന്നോ? ഇപ്പൊ ആരും ഇല്ല. എല്ലാരും ഭക്ഷണം ഏൽപ്പിക്കുക. അത് കാരണം ഞാൻ 2 കല്യാണത്തിന് പിന്നെ ബിരിയാണി വെച്ചു. എവിടെ? ഷിബിന്റെയും തുത്തുവിന്റെ അല്ലേ? പക്ഷെ ഇത് കാണുമ്പോ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇപ്പൊ രാവിലെ മുതൽ പോത്തിനെ കൊന്ന് റെഡിയാക്കി അതിന്റെ പിന്നാലെ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോഴേ. അപ്പൊ എന്തായാലും ഇതൊന്നും റെഡി ആവട്ടെ. കപ്പ ഇനിയിപ്പോ വെള്ളം ചൂടാവാനുള്ള പരിപാടി ഉണ്ട്. ചൂടായി തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പൊ ആ വെള്ളത്തിലേക്ക് ഈ ഇരിക്കുന്ന കപ്പ ആദ്യം
തട്ടി ഇത് പുഴുങ്ങി വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്താടാ അത് ഇപ്പൊ കൊണ്ടുവന്ന് 3 ന്യൂജൻ ആൾക്കാരോടെ പറഞ്ഞത് കപ്പ എടുക്കാൻ. അവര് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നേരെ ആ ഇറച്ചിയിലേക്ക് കൊണ്ട് തട്ടിയാന്. ഇതിനകത്തേക്ക് ഇട്ട് വേവിച്ചതിന് ശേഷമാണ് അതിനകത്തേക്ക് ഇടുക. ഇത് ഇളക്കി ഇളക്കി നിക്കണല്ലേ? ഇത് എത്ര കിലോയാന്ന് ചേട്ടാ കപ്പ? 90 കിലോ. 90 കിലോ കപ്പയും മറ്റേ ഇതോ എല്ലാം എത്ര ഉണ്ടാവും? 50. അപ്പൊ 90 50 അല്ലേ? 150 കിലോന്റെ താഴെ കണ്ടുണ്ടാവും അല്ലേ ഒരു ഉദ്ദേശം. പിന്നെ ഇപ്പൊ കപ്പ തിളച്ച് പൊന്തി വന്നതിന് ശേഷം ഇതിന്ന് വാങ്ങിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊരു ഇളക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി എല്ലാ സംഭവങ്ങളും ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പാണ് നേരത്തെ വെതറിയത്. പിന്നെ ആവശ്യത്തിന് ചില സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വെള്ളം ഇടയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ല വേവിക്കുകയാണെങ്കിൽ സംഗതി പെട്ടെന്ന് ഇതാവും, വേവാവും. ഇതിപ്പോ നമ്മൾ ഓപ്പൺ ആയിട്ട് തീ കപ്പലോ ഇതില് കപ്പ ഇനിയിപ്പോ ഈ ഇരിക്കുന്നതൊക്കെ ഇറച്ചിക്കുള്ളതല്ലേ ചേട്ടാ? ഈ എരിഞ്ഞു വെച്ചിട്ടുള്ള സാധനം ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, ഇത് വാങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇറച്ചി വൈകുന്നേരത്തെ ബീഫ് റെഡിയാക്കും. അപ്പോൾ ബീഫ് റെഡിയാക്കണത് എത്ര കിലോയാ? അത് 100 കിലോയില്ലേ ടോട്ടൽ? 80 കിലോ ബീഫുണ്ട്. അപ്പോൾ അത് വെക്കണതാണ് ഇനി അടുത്ത പരിപാടി. വീണ്ടും വേവ് കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് കൊണ്ടുവന്നുണ്ട് കേട്ടോ. പോരാ, ആയിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ, പകുതി. ഉപ്പും അപ്പോൾ ഒരു കഷ്ണം കൂടി നോക്കേണ്ടി വരും. ഉപ്പുണ്ട്, എരിവുണ്ട്, വേവാനുണ്ട്. നീ വന്നില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ 1.5 മണിക്കൂർ ഒരു കഷ്ണം വായിലിടൂല. ആയിട്ടില്ല. ജോസാച്ച എന്തായി? ഇപ്പൊ വെന്തൂന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം എല്ല് മാത്രം ബാലൻസ് വന്നൂല്ലോ. എല്ല് മാത്രം ബാലൻസ് വരണമെങ്കിൽ വേവായി ഉണ്ടാവും അല്ലേ? ഇല്ലേ? ആയിട്ടില്ല. ചാച്ച നിന്ന് തുടങ്ങിയിട്ടില്ല. എന്തായാലും അരമണിക്കൂർ കൂടിയുണ്ട്. എന്തായാലും കപ്പ ജോസാച്ച പറഞ്ഞു വേവായി ഉണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ കൂടി വെന്തോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിലവില് കപ്പ കോരി എടുക്കാണ്. മഞ്ഞപ്പൊടി മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ? ഗൾഫിൽ നിന്ന് ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം അനന്തു വന്നിട്ടുള്ളതാണ് കേട്ടാ. ഇത് കോരാൻ വേണ്ടി മാത്രമാണോ? അതെ ഞാൻ ചോദിക്കണതേ, ഇത് കോരാൻ വേണ്ടി മാത്രമാണോ അത് ബാക്കി അസിസ്റ്റന്റ് വർക്കുകളുണ്ടോ? എല്ലാം ഉണ്ട്. മതി, വെള്ളം കഴിഞ്ഞു. ഇനി നീ ഒഴിച്ചു ഇതിനകത്തേക്ക്. കപ്പ വെന്തു എന്തായാലും. കപ്പയുടെ ഇത് കണ്ടാൽ തന്നെ ഉടഞ്ഞ പോലെ നിൽക്കണത്. ഏല ഉടയല്ല, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണുമ്പോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാ ഐഡിയ മാത്രം ഫ്രീ ആയിട്ട് തരാൻ പറ്റുള്ളൂ, മനസ്സിലായാ? അതറിയില്ല, പിള്ളേർക്ക് അറിയേണ്ടത് പറഞ്ഞു കൊടുക്കണം. പണിക്കാരെക്കാളും കൂടുതൽ കോച്ചുമാരാണ്. എന്താ പറയാ, ഒരു കാരണന്മാര് വേണമെന്ന് ആ കുണ്ടിയായിട്ട് തിരിച്ചേക്കാം. കുണ്ടിയല്ല കിണ്ടി. ചാച്ചൻ കപ്പയുടെ ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് അല്ല, വേവ്. കപ്പ ഒരു കഷ്ണം എനിക്ക് തയ്യോ നോക്കട്ടെ, ഞാനും പറയാം. ഇത് കറക്റ്റ് അറിയണ്ടേ? ഓ ചൂട് എന്റെ പൊന്നെ. ഓ തൊടാൻ പറ്റണില്ല ചാ അല്ലേ? എടുത്തോ, പറ്റണ്ടത്. കപ്പ ചിലപ്പോ ഇതിനകത്ത് ഇടുമ്പോ ഉടയും. ഇങ്ങനെ പൊടിഞ്ഞു പോണം അല്ലേ?
അങ്ങനെയാവും എന്തായാലും ഇതിനകത്തേക്ക് ഇടും അങ്ങനെയാവും കാരണം അത്ര വെന്തുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിക്കലൊന്നുമില്ല ചേട്ടാ? ഒന്നുമില്ല. എവിടെ മെയിൻ കുക്ക് എവിടെ പോയി? അച്ചുകുഞ്ഞേട്ടൻ. ആ ആകെ പുകയാണ്. അനന്തു ചൂടുണ്ടാ? ചൂടുണ്ടോ? ആ നല്ല സുഖ ചൂട്. എൻ്റെ രോമം വരെ കരിഞ്ഞു പോയത് ഇവിടുന്ന് തീ അടിച്ചിട്ട്. ഇതിപ്പോ കോരാൻ പറ്റില്ലല്ലോ ഇനി. അനന്തു നീ ഒരു ഐഡിയ വെച്ചോണ്ട് കോര. ഗൾഫിൽ നിന്ന് കോരാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായി പോയല്ലോ. സൂപ്പർ കപ്പ് കേട്ടോ. തിന്നു ഒരു കഷ്ണം നോക്ക് ചൂട് കഴിയുമ്പോ. അതിന്റെ കൊഴുപ്പൊക്കെ അതിനകത്ത് കിടക്കണം. പക്ഷെ ചാറ് കളയാൻ പാടില്ല ശരിക്കും പറഞ്ഞ അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ജ്യൂസായിട്ട് കൊടുക്കാം. എന്തേ വെക്കാൻ പറ്റില്ല. ചൂട് എടുത്തിട്ട് വളയട്ടോ. രണ്ടുപേര് പിടിച്ചു കഴിഞ്ഞാ പൊന്തോ? ഓ പറഞ്ഞു പോയി. മറിഞ്ഞു പോയിട്ടോ. ഇവിടുത്തെ വാട്ടർ ശരിയായില്ല. കുഴപ്പമില്ല. ഫ്രണ്ടിൽ ആരും ഉണ്ടായില്ലല്ലോ. നിന്റെ കാലം വലിക്കുന്ന ആയില്ലല്ലോ. കുഴപ്പമില്ല. ഉന്നം തെറ്റരുതേ. ചേട്ടാ നമ്മ ചവിട്ടുമ്പോ നോക്കണേ. അടി പിടിച്ചെടുക്കണ്ട. കുറച്ച് മറന്നു പോയി. എന്നാലും കുഴപ്പമില്ല. ചൂട് തന്നെ അവർക്ക് പിടിക്കാനും പറ്റുന്നത്. പൊള്ളിയേ പൊളിഞ്ഞു പോവില്ല. രക്ഷപ്പെട്ടു. എന്തായാലും ഇടാറായിട്ടില്ല. ഇത് കുറച്ചുകൂടി വേവട്ടെ എന്നിട്ട് ഇടാം. പരിപാടിയൊക്കെ തുടങ്ങി അടിപൊളിയായി. കപ്പ ഇടാൻ പോണു. പോത്തിനൊക്കെ വിട്ട് കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. കല്യാണച്ചക്കൻ്റെ അപ്പനാണ് നിന്നിട്ട് ഇളക്കണത്. അപ്പോൾ ആൾക്കൊരു ആഗ്രഹം ഇളക്കണത് വീഡിയോ പിടിക്കണം എന്ന്. പക്ഷേ ഇത്രയധികം ഇതാവുമ്പോൾ ഇല്ലേ വെള്ളം കുറഞ്ഞു വരുമ്പോൾ കയ്യോടെ ഇളക്കൽ നിർത്താൻ പാടില്ല. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അപ്പനെ അടിയിൽ പിടിക്കും. അപ്പോൾ അത് കാരണം ഫുള്ളിങ്ങനെ ഇളക്കി നിൽക്കണം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നീകടി ഒന്ന് ഇളക്കിക്കോ. കല്യാണച്ചക്കൻ ഇളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവമാണ്. പോത്ത് നല്ല മൂത്ത പോത്ത് എന്ന് പറയില്ലേ, അങ്ങനെ നല്ല മൂത്ത പോത്താവുമ്പോൾ സാധാരണ ഇപ്പോൾ 2 മണിക്കൂർ വേവിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേവിക്കേണ്ടത് ഇത് 2.5 മണിക്കൂറൊക്കെ വേവിക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിക്ക് മുറുക്കും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെയാണ് വേവുള്ളൂ. അപ്പോൾ അതാണ് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വന്നത്. കുരുമുളകാണോ? പെപ്പർ. ഇനി ആകെ അങ്ങോട്ട് പുകയിരുന്നിട്ട് ഇനി ആരൊക്കെയാ ഇളക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മുന്നിലേക്ക് കിടന്നു വരൂ. ഇതെന്തൊരു ചേട്ടാ ഇടുന്ന സാധനം? ഗരം മസാല. അപ്പൊ കപ്പ ഇടുന്നേക്കാളും മുന്നേ ഫൈനലായിട്ട് ഇടുന്ന സാധനങ്ങളാണ്. ഇനി നമ്മുടെ കപ്പ അവിടെ എടുത്തു വെച്ചിട്ടുള്ളത് വെള്ളം പോകാനായിട്ട് എന്താ പറയുക വാർന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അത് ഇനി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. കപ്പ ഇടണം. കപ്പക്കടി ഇട്ട് കഴിഞ്ഞാലാണ് ഇതാവുള്ളൂ. കപ്പയല്ല, ഇതിന് മുന്നേ മല്ലിയില. മല്ലിയിലക്കടി ഇട്ടു കേട്ടോ. മല്ലിയിലക്കടി ഇട്ട് ഒരു ഇളക്കടി ഇളക്കാണ്. ഇതിനാണ് കപ്പ. ഇതിന് ശേഷം വേണം കപ്പ പിടിച്ചിടാനായിട്ട്.
അങ്ങനെ കപ്പ തട്ടുകയാണ് കേട്ടോ. കപ്പ ബിരിയാണിയുടെ മെയിൻ സാധനം. കഴിഞ്ഞിട്ടില്ല കേട്ടോ കപ്പ. ഇതേപോലെ ഒരു ചെമ്പിൽ കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുകൂടി ഇടണം. ഓക്കെ, കൈയോടെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കപ്പ ഒരു സ്ഥലത്തും ബീഫ് വേറെ സ്ഥലത്തും പോകും. അപ്പോൾ ഇളക്ക് നല്ല കാര്യമായിട്ട് തന്നെ നടക്കണം. ചട്ടകത്തിൻ്റെ എണ്ണം കുറഞ്ഞു പോയി. എല്ലാവരെയും ഒരേ ചട്ടകം കൊടുക്കേണ്ടി വരുന്നു. കപ്പ കഴിഞ്ഞു. ആ പൊടിച്ചു നോക്കാം അതിന്റെ ഗുണം അറിയണേ. ഇളക്കല്ലേ എന്നല്ല, ഇളക്ക പോരാട്ടോ മോനെ. അല്ലടാ ജോബിയ വൈകിട്ടില്ലേ ഈ മറയിലാണ് ഫുൾ കാര്യം ഇരിക്കുന്നത്. എന്താ ഇല്ല, കറിവേപ്പില ഇട്ടു. പച്ച വെളിച്ചെണ്ണ ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കണ്ടോ, പച്ച വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഫുള്ള് വെച്ചിട്ടുണ്ട്. അതെ, പിടിച്ചോട്ടാ. വാർത്ത വളത്തെ തന്നെ കിട്ടില്ല. ആ ഓട് മാറ്റട്ടോ, ഓട് തോമ നീ മരണ ആ ഓട് മാറ്റം. ഓട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല. ചൂടാവും. മൂന്നാലാളെ പിടിക്കട്ടോ, ചുറ്റും പിടിക്കേ. ആ തൽക്കാലം കൊണ്ട് പിടിക്കേ. ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റി. ഇങ്ങോട്ട് ആ ഓട് മാറ്റി. ഓട് പിടിച്ചിട്ടുണ്ടോ? ഒപ്പം പിടിക്കട്ടോ, ഒപ്പം അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടാ. ഇനി കുറച്ചുകൂടി ഇളക്കണം. ഇതിന് കുറുകില്ലേ വീണ്ടും? ആ, ഉണങ്ങാതെ പറഞ്ഞ് വെള്ളം പറ്റില്ലേ? കുറച്ച് പറ്റും. ഇനി അടി പിടിക്കില്ലല്ലോ. അങ്ങനെ റൗണ്ടിലാവും. ഇവിടെ അരി ഇടാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെമ്പ്, മറ്റൊരു വാർപ്പ്. ഇനിയിപ്പോൾ ആ വാർപ്പിൻ്റെ സാധനം മുഴുവൻ മാറ്റിയിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ബാക്കിയുള്ള ഇറച്ചി വെക്കുക എന്ന് പറയില്ലേ, ഇറച്ചി കറി വെക്കാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴനെഞ്ചും കപ്പയും കൂടി വെച്ചിട്ടുള്ളതാണ് കപ്പ ബിരിയാണി എന്ന് പറയില്ലേ, ആ സംഭവമാണ്. ഇനി ഇറച്ചി ശരിക്കും ഉള്ളത് ഇത് മാറ്റിയതിന് ശേഷം 4 മണിക്ക് ചായ കഴിക്കുമ്പോഴാണ് ഈ സാധനം കഴിക്കുക. അതിന് ശേഷം വേണം മറ്റത് വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സംഭവം സെറ്റാക്കാനായിട്ട്. സാധനം ടേസ്റ്റ് നോക്ക്. കയ്യോടെ ഇതിൽ നിന്ന് ഇറക്കിയിട്ട് അപ്പം നോക്കിയാലേ അതിൻ്റെ വിവരം പറയാൻ പറ്റുള്ളൂ. ആ ചൂടുണ്ടായിക്കോട്ടെ, നല്ല ടേസ്റ്റ് അറിയുള്ളൂ. ഞങ്ങളിതിപ്പോൾ കഴിച്ചു, അടിപൊളിയുണ്ട്. ചൂട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ്, ചൂടോട് കൂടി കഴിക്കണം. കറക്റ്റ്, അടിപൊളിയുണ്ട്. അല്ല കാര്യമായിട്ട്
വാർപ്പിൽ നിന്ന് മാറ്റി ഇതിനകത്തേക്ക് നിറച്ചു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കിട്ടിയാലും ഫുള്ളാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വിളമ്പി അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വാർപ്പ് കാലിയായി കഴിഞ്ഞാലാണ് ഇവിടെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ ആ സംഭവം ഈ സാധനം വേവിക്കാൻ പറ്റുള്ളൂ. അടുത്ത വാർപ്പിലേക്ക് മാറ്റി കേട്ടോ. വെച്ച വാർപ്പിൽ നിന്ന് വേറൊരു ചെറിയ വാർപ്പിലേക്ക് മാറ്റി എന്നിട്ട് ബാക്കിയുള്ളത് വിളമ്പി അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ്, എന്നിട്ട് ഇത് കാലിയാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതേ മുത്തൊന്നും എൻ്റെ ഒപ്പം വന്നിട്ടില്ല ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോയി വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് കപ്പയിറച്ചിയൊക്കെ ഇഷ്ടം, നിതയ്ക്ക് മുത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതേനെ പോയി വിളിച്ചുകൊണ്ട് വരണം, നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ വന്നതല്ലേ, അപ്പോൾ ഈ സമയം എത്രയായി? അപ്പോൾ മുത്ത് സ്കൂളിൽ പോയി കയറുന്ന ആ ഒരു 3:30 കഴിഞ്ഞതിന് ശേഷം അവൻ വന്നത്. അപ്പോൾ വന്ന് ഇനി കുളിച്ച് മാറി വരുമ്പോൾ എന്തായാലും 4:30 ആവും. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ചിട്ട് അപ്പോൾ 4 ആവാറായി. ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചിട്ട് നിൽക്കണം. അത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കല്യാണ പരിപാടി, ഫുഡ് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് മുന്നേ തന്നെ ഈ ഒരു എന്താ പറയുക കല്യാണത്തിൻ്റെ പ്രമാണിച്ചുള്ള കപ്പയിറച്ചിയും കഴിക്കലും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്, നേരെ അങ്ങോട്ടേക്ക് പോവാം. വീട്ടിൽ നിതോടും മുത്തിനോടൊക്കെ യാത്രയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുളിച്ച് ഡ്രസ്സ് മാറി നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവുന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ കപ്പയിലൊന്നും തിന്നലുണ്ടാവില്ല, കാരണം ഇനി ഈ വിറ്റങ്ങളെ കൊണ്ട് പോകുമ്പോൾ എപ്പോഴും സമയം വൈകും. കുളിച്ച് ഡ്രസ്സ് മാറി ഇരിക്കാൻ പറഞ്ഞ നീയൊക്കെ ടിവിയും കണ്ട് വെറുതെ ഇരുന്നോണ്ടിരിക്കുന്നത്. ഏതാ പടം? നിധിയോടി, നിധിയോ നീ ഡ്രസ്സ് മാറിയിണ്ടാ? എന്ത് ഇത്ര സമയം? അയ്യോ, ഇനി എപ്പോഴാ പോണെന്ന് വെച്ചപ്പോ പോവാട്ടോ. അങ്ങനെ ഞങ്ങള് ഡ്രസ്സ് മാറി. ഇനി കപ്പയെല്ലാം കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടാ, സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോ അതെ, പാത്രം കഴുകാൻ പോണ്ടി വരും കപ്പയില്ലെന്റെയും. അപ്പൊ ഞങ്ങള് ഡ്രസ്സ് മാറി നിൽക്കുമ്പോഴാണ് ചെടി നനയ്ക്കാൻ മറന്നു പോയി. അപ്പൊ പ്രതീക്ഷയുടെ വേഗം ചടപടാന്ന് പറഞ്ഞ് ചെടികളൊക്കെ നനയ്ക്കാണ് കേട്ടാ. മുത്തു കുറെ നേരം ആയതുകൊണ്ട് ഉള്ളു കയറിയിരിക്കുന്നത്. ഹലോ മിസ്റ്റർ പെരേര, എന്താണ്? നമ്മളെ പഴയ സമയത്തില്ലേ വീഡിയോ മുത്ത് ഓവറായിട്ട് സംസാരമല്ലായിരുന്നോ? ഇപ്പൊ നോക്കി നോക്കിയേ, ഇപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ മുത്ത് ഒതുങ്ങിയില്ലേന്ന്. ഭയങ്കര സൈലന്റ് മേനെ, ആവശ്യത്തിന് മാത്രം സംസാരം അല്ലേ? മുത്തിനിപ്പോ ഞാൻ വരും, ഞാൻ വന്നു. മുത്തിന് ഞാൻ വന്നു. അല്ല, നമ്മളിപ്പോ മുത്തിന് ഇത് കൊടുക്കാം. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒന്ന് വർത്താനം പറഞ്ഞോളോ, ഒരു സ്ഥലത്ത് പോയിട്ട് മിണ്ടാണ്ട് ഒതുങ്ങി ഇരിക്കല്ലേ എന്ന് പറയാ അല്ലേ? ഇപ്പൊ ഗുഡ് ബോയ് ആയിട്ടോ, അത് തന്നെ പറയാം. പിന്നെ ക്യാരക്ടറൊക്കെ അവന്റെ മാറി, വെഡീസരോ കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു. എന്താ പറയാ, ഇപ്പൊ വലിയ കുട്ടിയായിട്ടുള്ള എന്റെ പക്കത്ത് മെച്ചൂരിറ്റി ഒക്കെ ചെറുതായിട്ട് വന്നു. എന്തായാലും ഇതല്ലേ? അതെ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ കേട്ടാ. എന്താ കുട്ടിയെ നിന്റെ കാര്യത്തിലല്ലേ? എന്താണ് മുത്ത പറയൂ? മുത്തേന്ന് ഇനി വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തേന്ന് ഇനി വിളിക്കാൻ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാവൻ ഐസക്, ഹലോ മിസ്റ്റർ ഗാവൻ ഐസക്, ഹലോ. അതെ, ഗാവൻ ഐസക്. ഈ ചെടികളൊക്കെ ഇനി മാറ്റി നടക്കണം കേട്ടോ. ഇതൊക്കെ ഹൈറ്റ് ഓവറായാൽ തന്നെയുള്ള അടിയിലത്തെ ഭംഗിയൊക്കെ പോയി. ഈ ചെടി നിൽക്കണ പോലെ ഇനി എല്ലാ ചെടിയാവും. ആ കുഞ്ഞു ചെടി നിൽക്കണ പോലെ മതി ബാക്കിയുള്ള ചെടികളൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ മുറിച്ച് കളയാം. ഇതൊക്കെ ഞങ്ങളുടെ പുതിയ ചെടിയാട്ടാ. ഇതൊക്കെ നാസിക് ഡോളാണ്. നാസിക് ഡോളാ? പിന്നെ ചൈനയുടെ നാസിക് ഡോള്. അയ്യോ, അതേപോലെ ആ ചെടിയുടെ കളറ് മാറിയില്ലേ? ആ ചൈന ഡോള് ഇളം പച്ച കളറാ, ഇത് ഡാർക്ക് ഗ്രീൻ. ഇല്ലേ, ഇതിന്റെ നല്ല കരിമ്പച്ച കളറല്ല, പ്ലാസ്റ്റിക് ചെടി പോലെ ഇല്ലേ കാണാൻ? ഇത് നല്ല ചെടിയാട്ടാ. എല്ലായിടത്തും നല്ല പൈസയാണ്. ഞങ്ങൾ എന്നിട്ട് എല്ലാ കടകളിലും ചോദിച്ച് പോയിട്ട് ലാസ്റ്റ് വില കുറഞ്ഞൊരു സ്ഥലത്ത് കിട്ടി. 70 രൂപ കിട്ടി. ഇത്രയും വലിയ ചെടി, ഇത്രയും വലിയ ചെടി 2 എണ്ണത്തിന് കണ്ട 250 രൂപ. ഒരെണ്ണത്തിന് 70 രൂപ, 250 രൂപ, 300 രൂപയൊക്കെ പറഞ്ഞിരുന്നു പലയിടത്തും. പല സ്ഥലത്ത് പല വിലയാ. അതെ.
ചെടി എല്ലാ ദിവസവും നനയ്ക്കാൻ ഇതോട് പറഞ്ഞു മറക്ക് ഇല്ല. അതേപോലെ ഇതും പുതിയ ചെടിയാ, ഞങ്ങൾ മേടിച്ച പുതിയ ചെടി. പിന്നെ മേടിച്ച പുതിയ ചെടി അതത് മുള്ളുള്ള അല്ലയോ? എന്നാ എനിക്ക് മറ്റേ പുല്ലിന്റെ പോലത്തെ ചെടി വേണം. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് നല്ല ഇഷ്ടം അത്. നമ്മുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു പുല്ല് പോലത്തെ ചെടി. എന്നാ എനിക്ക് പോണ്ടേ? ഭംഗിയുണ്ട്. നാഷണൽ പെർമിറ്റ് ലോറി നിൽക്കണ്ടല്ലോ. എന്ത് സാധനം കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റുമോ? ലോഡ് ചെരിഞ്ഞിട്ടാണല്ലോ നിൽക്കണേ. ഓ എന്തെല്ലാം കാര്യങ്ങൾ റോട്ടിൽ പോകുമ്പോ അല്ലേ നമ്മളുടെ ശ്രദ്ധ. ചെരിഞ്ഞിട്ടാണ് നിൽക്കണേ. അത് വലിയ വെയിറ്റ് ഇല്ലാത്ത വല്ല കടലാസോ അല്ലെങ്കിൽ മറ്റേ ചകിരിയോ അങ്ങനെ വല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ വണ്ടി ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരിക അല്ലേ, ഓട്ടോയില്ലെങ്കിൽ വണ്ടി ഇവിടെ കിടക്കണ്ടോ എന്ന്. ഈ സൈഡിലാണല്ലോ നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടായിരുന്നു ആദ്യം. അപ്പൊ ഇപ്പോഴും ആലോചിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീണ്ടും കല്യാണ വീട്ടിലെത്തി. നിറയ്ക്ക് എന്താ പറയുക, ഒരു കുറച്ച് എല്ലും കപ്പയും കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കിട്ടുമോ? മുത്തിന് വേണ്ട അല്ലേ? മുത്തിന് ഇഷ്ടമില്ല. അപ്പൊ എന്തായാലും കപ്പയെല്ലും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നേരം വൈകി. തെങ്ങുമ്മ ഇന്ന് മോഹനേട്ടനെ വിളിപ്പിച്ചിട്ടാ ഈ ലേറ്റ് ഇട്ടത് കണ്ടോ. രാത്രി ആയാലും കേട്ടോ ലേറ്റിങ്ങിന്റെ ഭംഗി അറിയുള്ളൂ. ഇനിയിപ്പോൾ കറി വല്ലതും ബാക്കി വെക്കാണ്ടോ എന്നുള്ളത് നോക്കട്ടെ, ചെന്നിട്ട് അറിയാം. ഞാൻ പോകുമ്പോൾ ഇറച്ചി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സമയം 6:30 ആയി. ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ വെച്ചോ ഇല്ലേ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ പോയ സമയം കൊണ്ട് നോക്കി ഇവിടെ ഇറച്ചിയൊക്കെ വെച്ചു കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇറച്ചിയുടെ പരിപാടി തള്ളച്ചുകൊണ്ടിരിക്കുക വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വന്നിട്ടുള്ള ആൾക്കാർക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് വെന്തോ ഇല്ലേന്നൊക്കെ അറിയാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മസ്റ്റ് നോക്കണ്ട. അതുപോലെയാണ് കുറച്ചുകൂടി വേവാണ്ട്. ആ വേഗം ചോറ് നേരത്തെ പോയപ്പോൾ അരി ഇട്ടുണ്ടായിരുന്നില്ല. അല്ല റെഡി. അപ്പം ഇതൊക്കെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം ഞാനിവരൊന്ന് പോയിട്ട് കപ്പ ഇറച്ചിയും കഴിക്കട്ടെ കേട്ടോ. ഇനി കപ്പ ഇറച്ചി കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എൻ്റെ മേൽനോട്ടത്തിൽ വിരിഞ്ഞതാണ്, അതുകൊണ്ട് എത്ര ടേസ്റ്റ്. മുത്ത വേണമെങ്കിൽ ഒരു ചെറിയ ടേസ്റ്റ് നോക്കിയോട്ടോ. കട്ടൻ ചായയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. കട്ടൻ ചായയും ഇതും സൂപ്പറായിട്ടോ. ഞാൻ കുറേ കഴിച്ചതാണ്, അപ്പോൾ അത് കാരണം എനിക്കറിയാം ടേസ്റ്റ്. നിറച്ച ആൾക്കാർ കഴിക്കുക കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇത്ര സൂപ്പർ. പിന്നെ ഇത് വീട്ടിൽ വെച്ച സാധനമാണ്, ഇതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇത് അങ്ങനെ പറഞ്ഞാൽ പറയുന്നത്. ഇപ്പം ഇനിയിപ്പോൾ സമയം 7 മണിയാവാനും പോകണം. ഇനി ഇങ്ങനെ 9 മണിയാകുമ്പോഴേക്കും ഉണ്ടാവും ചോറിന്. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറേ കഴിച്ചു. സൂപ്പറായിട്ടുണ്ട്. അച്ഛൻ്റെ ഇത് കഴിച്ചിട്ടില്ല ഇതിന് മുന്നേ കേട്ടോ. ആദ്യമായിട്ട് കഴിക്കണം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ ഫുള്ള് വാഴയില വെച്ച് മൂടി വെച്ചു. അതുപോലെ തന്നെ ചോറും സാധനങ്ങളും നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റുകയാണ്. എല്ലാ സംഭവം ഇവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ പന്തൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് ഫുഡ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവർ ഞാനിപ്പോൾ അവിടെ വെച്ച് കണ്ടുള്ളൂ. ഒരു ട്രിപ്പ് കഴിച്ചിട്ട് ഇവർ രണ്ടുപേരെയും കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും സീറ്റ് പിടിച്ചേക്കാണ് ഫസ്റ്റ് തന്നെ കിട്ടാൻ. ഇതെന്താ ഇപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഗ്യാപ്പ് ഇട്ടുണ്ട്. ഷീനേച്ചി ഇന്നലെ പറഞ്ഞ ഷീനേച്ചിനെ കാണിക്കരുത്, അലന്ന ലുക്കാണെന്ന്. ഇന്ന് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. സുന്ദരിയായിട്ട് മാത്രമാണ് വീഡിയോയിൽ യൂട്യൂബിൽ കാണിക്കാൻ പാടുള്ളൂ എന്ന്. ഇന്നലെ കാണിച്ചിട്ടില്ലേ അത് കാരണം. അപ്പോൾ എന്തായാലും അത് കാണുകയാണെങ്കിലേ ഞങ്ങൾ ഡ്രസ്സ് തന്നെ ഇടാറില്ല എന്ന്. പിന്നെയാണ് മുത്തേ നിനക്ക് ആദ്യം നീ ഫുഡിങ് അല്ലേ? ഇവൻ കഴിച്ചിട്ടില്ല, കപ്പയിലും കഴിച്ചിട്ടില്ല. ഇവന് ഫസ്റ്റ് സീറ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവന് ഇഷ്ടമില്ല അല്ലേ? വെയിറ്റ് ചെയ്യേ. 6 മാസങ്ങൾക്ക് ശേഷം അങ്ങനെ എൻ്റെ ഡ്രൈവറെ കളഞ്ഞു കിട്ടിയിരിക്കുകയാണ് കല്യാണ വീട്ടിൽ. അനതു ഇവനിപ്പോൾ കാണണമെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് കാണാൻ പറ്റില്ല. ഇതേപോലെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മാത്രം കാണാൻ പറ്റുള്ളൂ. അല്ലടാ നിന്റെ പകലൊന്നും കണ്ടില്ലല്ലോ. നീ ഈ ഊണിന്റെ സമയത്താണല്ലോ കറക്റ്റ് വന്നേ. അപ്പൊ സഹായ കമ്മിറ്റിയുടെ കാര്യത്തിലൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ 5 മണിക്ക് ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ. ഇല്ലെങ്ങനെയാ
ഞാൻ അതിനോട് എന്റെ മുതലാളി വിട്ടിട്ടില്ല. മുതലാളീനെ പണിക്ക് വിട്ടിട്ടുണ്ടല്ലോ ഒന്നുമില്ല നീ. അപ്പൊ ഞാൻ ഇന്നലെ നിന്നെ കണ്ടപ്പോൾ പറയായിരുന്നു അടുത്ത ദിവസം എന്തായാലും ഒരു ദിവസം വണ്ടിയിൽ പോകണം, കുറേ കാലമായില്ല നിന്നെയൊക്കെ കണ്ടിട്ടുണ്ട്, നീ ഇപ്പം നിന്നെ കണ്ടു, ഇനി വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് അല്ലേ. ഫുഡ് റെഡി ആയി നോക്കട്ടെ, ഇവിടുന്ന് ഓരോന്നൊന്നും ഇല്ല, കൊണ്ടുവയ്ക്കണുള്ളൂ അല്ലേ. ചോറ് കൊണ്ടുവച്ചു, കാളം കൊണ്ടുവച്ചു, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണുള്ളൂ കേട്ടോ. ഓരോന്നോരോന്ന് കൊണ്ടുവരട്ടെ. അപ്പം രാഴ്ച ഫോൺ മാറ്റിയാ ഒരു ചേട്ടാ ചക്കര ഉദ്ദേശം പോലെയല്ലേ. കാണിക്കേ നോക്കട്ടെ. അഹങ്കാരിയായി ഗൈസ്, എൻ്റെ ഡ്രൈവർ അഹങ്കാരിയായി. ഫോൺ എടുത്തോട് കൂടി കണ്ടോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഫോണിലെ, എന്നിട്ട് ഇപ്പം സമ്മതിക്കണില്ല, എൻ്റെ കയ്യിൽ തരുന്നു പോലും ഇല്ല. കുഴപ്പമില്ല. കണ്ടില്ലേ രാജേഷേട്ടൻ്റെ പരിപാടി കണ്ടില്ലേ, നിനക്ക് പോലും തന്നില്ലല്ലോ. ശരിടാ, ആയിക്കോട്ടെ. ആണോ, തന്നു. ഇനി കൊടുക്കണ്ട, മതി, ഇത്ര തന്നെ മതി. ഇനി കൊടുത്താൽ അവന് ഉണ്ടാക്കിയിട്ട് തിരിച്ചു തരും. ഇത്ര നേരം തമാശയായിരുന്നു, ക്യാമറ എടുത്തപ്പോൾ ഇല്ലേ തമാശ കഴിഞ്ഞു. ഷിബിനൊക്കെ ഫുൾ സീരിയസ്. എല്ലാവരും ഊണ് കഴിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ വിളമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മോര് കറി അതൊക്കെ ഇപ്പോൾ ചേട്ടാ ഞാനും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാബേജൊക്കെ അവിടെ ഇരിക്കണ കണ്ടുള്ളൂ. മീൻ കറി ഇതേ നമ്മളുടെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വിളമ്പി തുടങ്ങി. ഇതൊക്കെ ഇനി കഴിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിലുണ്ട് ടക്കനെ പറയല്. എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചാച്ചൻ പാനിയും പഴവും നമ്മുടെ ബീഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ മറ്റേ ഇതോ എന്താ പറയാ, മീൻ മായില്ല. കാറ്ററിംഗ് ആണെങ്കിലും മായ ഉണ്ടാവുള്ളൂ. ഇതുപോലത്തെ ഫുഡ് ഒരു 100 സദ്യക്ക് വേണ്ടോ കഴിച്ചിട്ടില്ല. അതാണ് വീട്ടിലുണ്ടാക്കുന്നത്. ഇനി പാനി വെച്ചോ? പാനി കുപ്പിയിലുണ്ട് റെഡി ആയിട്ട്. പഴവും പാനിയും ചോറും കൂടിയിട്ടുള്ള മിക്സ്. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല വെച്ചാ. ഇത് എന്താന്ന് പോലും അറിയില്ല. കൊടുത്തു കഴിഞ്ഞാൽ പാനി എന്ന് പറഞ്ഞാൽ ആള് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ട്രിപ്പായി. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അച്ചാറ് പോയിട്ടുണ്ട്. അച്ചാറിന് അരിഞ്ഞത് ആരാന്നറിയോ നിനക്ക്? ആരാ? അല്ല, എൻ്റെ പെണ്ണായിരുന്നു. അത് കാരണം ഞാൻ അച്ചാറൊന്നും നോക്കിയത്. പോടാ ഇവിടുന്ന്, സൂപ്പറായിട്ടുണ്ട്. മനസ്സിലായ? കുക്ക് അടിപൊളി, ഡ്രസ്സൊക്കെ മാറി ക്ലീൻ ആയിട്ട് വന്നില്ല. ഇതിപ്പോൾ നേരത്തെ കണ്ട ആളാന്നുള്ളത് അറിയില്ല കേട്ടാ. കല്യാണമായപ്പോൾ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ മാറി ഫുള്ള് അങ്ങനെ തന്നെ. അച്ചാർ അരിഞ്ഞ കേള് അവിടെ ഇരുന്നിട്ട് എന്തോ കത്തി വിട്ടോണ്ടിരിക്കട്ടാ. എന്തോ കളിക്കൊണ്ടിരിക്ക. എന്തോ കഥ ഇറക്കാം, കേൾക്കണില്ല, ഇത്ര ആഗ്രഹമായിരുന്നു. അപ്പോൾ ദേ നമ്മളുടെ ചോറൊക്കെ ആവശ്യത്തിന് ദേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. അതേപോലെ തന്നെ ബീഫാണെങ്കിൽ അവിടെ ഉരുളിയിൽ തന്നെയാണ്. അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുകയാണ്. പഴവും സംഭവമൊക്കെ ഇവിടെ സെറ്റാണ്. പഴവും പാനി അത് ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ല പഴവും പാനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയുക. ഏത് പഴവും പാനി? അപ്പോൾ കലവറയിൽ രാജേഷിനെയാണ് നിർത്തിയേക്കണം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവൻ മറ്റേ കുപ്പിയുടെ അവിടേക്കാണല്ലോ കാണാറ്. അതുകൊണ്ടാണ് അല്ലേ, പാനിയുടെ കുപ്പി. അപ്പം എന്തായാലും ഇനി കഴിക്കുമ്പോൾ കാണാം കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ കഴിക്കുന്നത്. ജോസാച്ചൻ കഴിക്കുന്നുണ്ട്, രമേശേട്ടൻ കഴിക്കുന്നുണ്ട്, വേറെ ആരുമില്ല. ഫുൾ കാലിയായി അല്ലേ. ലാസ്റ്റത്തെ ആൾക്കാർ നമ്മളാണോ? അല്ല, ലാസ്റ്റത്തെ ആൾക്കാർ നമ്മളാണോ? അല്ലല്ലോ, ഇനി വരാല്ലേ? വേണ്ട സ്റ്റാ, ഞാൻ ഇട്ടുണ്ട്. വേണ്ട ഇട്ടുണ്ട്, വേണ്ട. എന്താ ഇവൻ എവിടെ പോയി ഒളിച്ചു നിൽക്കായിരുന്നു, ഓടി വന്നേക്കണം ഇപ്പൊ. എടാ മതിടാ, ഇത് മതി, അതന്നെ മതി. ഇത് നോക്കി ഇപ്പൊ തന്നെ ഓവറായി. അതെ, ചാച്ചനിട്ട് കൊടുക്കുന്നേ. അപ്പൊ എന്താ പറയാ, നമ്മുടെ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുള്ള മീൻകറി ഇപ്പൊ 2 ദിവസമായില്ലേ. അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഒരു ദിവസം കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ശരിക്കും ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ മീൻ മുന്നേ വെക്കുക കല്യാണങ്ങൾക്കൊക്കെ. അപ്പൊ അതിന്റെ ടേസ്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കഷ്ണം മാത്രം എടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഗ്രേവി കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തിന്നാം, എന്നാലും അറിയുള്ളൂ. പിന്നെ ഇപ്പം ബീഫ് അത് ഇന്ന് വെച്ചത് നോട്ടെ കേട്ടോ. വലിയ കാര്യത്തിലേ വിളമ്പി തരാൻ വന്നില്ലേ, എല്ലാം നീ മോലാലിനെ വിളിക്കാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് വിളമ്പി തരാനെന്ന് പറഞ്ഞു വന്നേക്കണു അല്ലേ. വേണ്ട ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം.
മാങ്ങച്ചാറ് മാങ്ങ ചെത്തണത് കണ്ടിട്ടുണ്ടായിരുന്നു നോക്ക്. അച്ചാർ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മതി. ഇത് പഴം വേണ്ടേ? പഴം വേണം. അത് കഴിയട്ടാ. ചാറില്ലേ അച്ചാറ പെട്ട. ഓ ഇനിയുള്ളത് അടുത്തത് ക്യാബേജ്. പിള്ളേര് വലിയ പഴാട്ടത് നീ ചോദിക്കരുത്. രണ്ട് പഴം വലുത് എനിക്ക് നോക്കി തന്നിട്ടുണ്ട് അല്ലേ. പാനി ഇവിടെ നോക്ക് നീ ഇത്ര സ്നേഹമുള്ള പോവാ. അപ്പൊ ശരി എന്നാ ഓക്കെ ബൈ പറഞ്ഞിട്ട് പൊക്കോ. ആ അവൻ പോവാണ്. അവൻ നാളെ വണ്ടിക്ക് ഓട്ടുള്ളതാ. അത് കാരണേ അവൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പൊക്കോട്ടെ. അപ്പൊ ഞാൻ ഒരു കറി മിക്സ് ചെയ്തിട്ട് കാള മിക്സ് എന്ന് പറയില്ലേ. എന്റെ ജോസിന് എന്താ ഉപ്പ് വേണം. ഉപ്പില്ലാണ്ട് കാളം കഴിക്കാൻ പറ്റില്ല. പുളിയാ എവിടെയോ ഉപ്പിരിക്കുന്നുണ്ട്. നോക്കട്ടെ. തെങ്ങുമ്മ ഈ ലൈറ്റ് ഇടാൻ പണി കുറച്ച് എടുത്തു കേട്ടാ. ഒരു ചേട്ടനെ രാവിലെ വിളിച്ച് തെങ്ങിൻ്റെ മുകളിൽ ലൈറ്റ് കെട്ടിച്ചു. ഫുള്ള് ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് താഴ്ത്തൊന്ന് സ്വിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ട്. സംഭവം വർക്ക് ചെയ്യില്ലാത്ത ലൈറ്റ് ആയിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും അത് പോയി മാറ്റിക്കൊണ്ട് വന്ന് വൈകുന്നേരമാണ് രണ്ടാമത് സെറ്റ് ചെയ്ത്. അപ്പം അതിന് ശേഷമാണ് ഈ സാധനം ഇട്ടത്. തെങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് വരെ വളച്ച് ഇട്ടു. കല്യാണ വീട്ടിൽ എല്ലാ ആൾക്കാരും പോയി. ദേണ്ട ലാസ്റ്റ് ടീം ഫുഡ് അടിക്കുന്നുള്ളൂ. ഈ സമയത്ത് എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്. ഇവരൊപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇരുന്നെങ്കിൽ എന്താ അതിനെന്ന് അറിയോ. എന്തായാലും എത്രത്തോളം കഴിക്കണമെന്നുള്ള ടെസ്റ്റിങ്ങാ. എത്രത്തോളം കഴിക്കണമെന്നുള്ള ടെസ്റ്റിങ്ങാന്ന്. നീ 2ാം പ്രാവശ്യമല്ലേ? ഞാൻ നേരത്തെ വീഡിയോയിൽ എടുത്ത് നോക്കൂട്ടാ. ആരെയോ കാണിക്കാനാ പറയണേ. ആരാ അളവിൽ കൂടുതൽ കഴിക്കണവരെ പിടിക്കണ്ട. ബീഫ് ഫ്രൈ എന്താ അവന് മാത്രം ഫ്രൈ അവന് മാത്രമല്ല ഇപ്പൊ വന്നിട്ടുള്ള ഇതിപ്പോ അവസാനം വന്നവർക്കൊക്കെ ഫ്രൈ 2 സൈസും ഉണ്ട് അല്ലേ. അവസാനം അല്ലടാ അത് ചൂടാക്കിയപ്പോ കൊണ്ടുവന്ന ഞാൻ കണ്ടു. ചൂടാക്കണത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവസാനം സെറ്റ് കഴിക്കുന്നതാണ്. നോക്കി ഭക്ഷണം വിളമ്പുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് മാത്രം കൂടുതൽ വിളമ്പി കൊടുക്കുക. കാരണം ഇവൻ ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുള്ള ആളാണ്. അതാ പറഞ്ഞ. അപ്പൊ എല്ലാവരും കഴിക്കും. ഞങ്ങള് പോകട്ടാ. ശരിയെന്നാ. ഡെന്നിസ തല കാട്ടാൻ പറ്റണില്ല. ഓക്കെടാ ശരി. ഇനി നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോകട്ടെ. വണ്ടി അവിടെ കിടക്കട്ട്. വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ അല്ലേ. അപ്പൊ നീ എന്ത് പറയും? ശരി എന്നാ എല്ലാ വീട്ടിലും കല്യാണം ആയി കാരണം ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ. ചെറിയ ചെറിയ ലൈറ്റുകളായി കാരണം വേണ്ട കിടക്കുന്ന വണ്ടി പോവാന്നാ. ഓ ഷിബിന് ഇതേവരെ ഇത്ര ലൈറ്റ് ഇട്ട് കണ്ടിട്ടില്ലല്ലോ. കല്യാണം പ്രമാണിച്ച് മാത്രം ഇട്ടതാട്ടാ.